വേദപ്രകാരം പിശാചുകളെല്ലാം അലഞ്ഞു തിരിയാൻ തുടങ്ങി. യാമക്കോടി പോകുവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം. അതിനു മുമ്പ് ചേന്നമംഗലത്തിന്റെ തട്ടകത്തിൽ ഒരു ഘോര യുദ്ധം നടക്കും. വടംവലി എന്ന കായിക യുദ്ധം. ഒരു വശത്ത് നാസ്കോളിയാടി വയനാട്, മറുവശത്ത് എടപ്പാൾ മലപ്പുറം. രണ്ടും മലനാട്ടിലുള്ള വടംവലി രാജാക്കന്മാർ. കാടും കാട്ടാനും കടന്ന് മലമടക്കുകളിൽ തടിപിടിക്കുന്ന കാട്ടാനയ്ക്കൊപ്പം നിന്ന് കാട്ടിലടി പിടിക്കുന്ന കാട്ടുമല്ലന്മാർ. കുതിപ്പിൽ കുതിരപ്പടയുടെ കരുത്ത്, ചലനങ്ങളിൽ കാട്ടുള്ളിന്റെ വേഗത, കൃത്യതയും വെട്ടക്കണികളുടെ സൂക്ഷ്മതയും കൻപതത്തിൻ ഗന്ധവും മന്മതിൽ കെട്ടുറപ്പുമായി അമ്പലുങ്ങാത്ത ആവനാടി തീർത്തുകൊണ്ട് ഗജമല്ലന്മാർ ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്, കൊമ്പോട് കൊമ്പ് കോർക്കുകയാണ്. ചേന്നമംഗലം സംഘടിപ്പിച്ച വടംവലി എന്ന കായിക മാമാങ്കത്തിന്റെ രാജസിംഹാസനം പിടിച്ചെടുക്കാൻ പടക്കളത്തിലെ യോദ്ധാക്കളെ പോലെ പടവെടുത്താൻ എത്തിയിരിക്കുകയാണ് വടംവലി രാജാക്കന്മാർ. നേരിൽ മിത്രങ്ങൾ, പടക്കളത്തിൽ ശത്രുക്കൾ, പതിനെട്ടടവും വെട്ടടവും വൈദ്യുതി തെളിഞ്ഞ കൊലവതികൾ കോട്ടിന്റെ ഇരുവശങ്ങളിലും തമ്പടിച്ചു കഴിഞ്ഞു. ആവനാടിൽ ഒരിക്കലും അസ്തമിക്കാത്ത അത്ഭുതങ്ങളുമായി അംഗത്തിനിറങ്ങുന്ന വടംവലി അധിപതികൾ, കൊലവതികൾ കോട്ടിന്റെ ഇരുവശങ്ങളിലും തിങ്ങിക്കഴിഞ്ഞു. തീപ്പൊരി തീർന്ന മത്സരം കാണുവാൻ, പൊടിപ്പാറുന്ന യുദ്ധം കാണുവാൻ ഈ നാട്ടിലെ എല്ലാ കായിക പ്രേമികളെയും ഈ പടക്കളത്തിന്റെ ഇരുവശങ്ങളിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വടംവലി എന്ന കായിക മാമാങ്കത്തിന്റെ തീപാറുന്ന അന്തിമ പോരാട്ടത്തിന് ആരംഭം കുറിക്കുന്നു. മത്സരം ആരംഭിക്കുകയാണ്. വെല്ലുവിളികളുടെ വില്ലൊടിച്ച വില്ലാളി വീരന്മാരുടെ വിളയാട്ട ഭൂമിയായി വയനാടിന്റെ വിരിമാറിൽ നിന്നും വീർന്നെത്തിയവർ ഇതിന്റെ കിരീടം എടപ്പാള് വഴി വയനാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ഉറച്ച് നാസ്കോലിയാടി സുൽത്താൻ ബത്തേരി വയനാട്. എന്നാൽ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിന്റെ സ്വന്തമെങ്കിൽ കാഞ്ചനമാല മൊയ്തീനു വേണ്ടി പിറന്നതാണെങ്കിൽ ഇതിന്റെ കിരീടം ഞങ്ങൾക്ക് സ്വന്തം ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം. അവനല്ലെങ്കിൽ അവസാനിപ്പിക്കരുത്, മേടിച്ചു മാത്രം സ്വീകരിക്കുക. അവസാന പട്ടികലാശ ആവാസിന്റെ വാക്കുകളിൽ നിന്ന് തുടർച്ച 2007 സെപ്റ്റംബർ 10 അഖില കേരള വടംവലി മത്സര രംഗം കണ്ട ഏറ്റവും വലിയ അട്ടിമറിക്ക് വേദിയൊരുക്കിയ തട്ടകം ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്രീ സുധീർ ശങ്കർ ചേപ്പാട് സ്വന്തം തട്ടകത്തിൽ ആലപ്പുഴയുടെ മണ്ണിൽ 2007 സെപ്റ്റംബർ 10 രണ്ടാം ശനിയാഴ്ച സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെ വേദിയിൽ നിന്ന് പടയോട്ടം തുടങ്ങിയവർ അന്ന് ഷാളടപ്പാളും കൂട്ടരും ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം. അന്നത്തെ സംസ്ഥാന ചാമ്പ്യന്മാർ സ്പ്രിംഗ് വാലി കുമളിയെ ഇടുക്കിയെ അട്ടിമറിച്ചുകൊണ്ട് മത്സരരംഗത്തേക്ക് കാലെടുത്ത് വെച്ച പടയോട്ടം ഇന്ന് ചേന്നമംഗലത്തിന്റെ മണ്ണിൽ എത്തി നിൽക്കുമ്പോൾ അവസാനിക്കാത്ത ആവനാഴിയിലെ അസ്ത്രപ്പാളികളും തിരിച്ചു നീക്കിക്കൊണ്ട് ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം ഒരു വശത്തെങ്കിൽ വയനാടിന്റെ ചുരമിറങ്ങി കോഴിക്കോടിന്റെ മണ്ണിലൂടെ മറ്റു ജില്ലകളിലേക്ക് യാത്ര ചെയ്ത വേളകളിലെല്ലാം ചാമ്പ്യൻ പട്ടങ്ങൾ മാത്രം ശിരസിലേറ്റി വയനാടിന്റെ ചുരം കയറിപ്പോയ ചരിത്രമുള്ള ബിനുവും കൂട്ടരും നാമത്തിൽ അറിയപ്പെടുന്ന ബിനു നമ്പറിൽ സന്ദീപ തുടങ്ങിയ മത്സരാർത്ഥികളുമായി നാസ്കോളിയാടി വയനാട് ഫ്രണ്ട്സ് ഓഫ് ജഗദീഷ് കുവൈറ്റ് സ്പോൺസർ ചെയ്യുന്ന നാസ്കോളിയാടി ചാമ്പ്യൻ പട്ടത്തിന്റെ ലീഗിലേക്ക് മൊത്തമിട്ടുകൊണ്ട് 33,333 രൂപ ലോകോളിംഗ് ട്രോഫിയും സമാനമായി ശിരസിലേറ്റിക്കൊണ്ട് ഈ കോട്ടകുത്തളങ്ങൾ വീടടക്കുമോ എന്നറിയുവാനുള്ള അവസാന പോരാട്ടം. മറുവശത്ത് 1-ാം നമ്പറിൽ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ അമരക്കാരൻ പപ്പൻ പണം വഹിക്കുന്ന ഫ്രണ്ട്സ് എടപ്പാൾ, 2-ാം നമ്പറിൽ ബനാട്ടടപ്പാൾ ഏറ്റവും സാധനപ്പാളിന്റെ നേതൃത്വത്തിൽ സംശയങ്ങളുടെ ശിക്ഷണത്തിൽ വിളവരിച്ചു കയറുന്ന താരങ്ങൾ ക്യാമറ കണ്ണുകൾ കണ്ടുവന്നിരിക്കുന്ന കാഴ്ച പരിഗണിച്ചത് സ്വീകരിക്കാം. ആവേശ പോരാട്ടത്തിന്റെ അണവാലകൾ തീർത്തുകൊണ്ടിരിക്കുന്ന അറബിക്കടലിന്റെ മണ്ണിലടിയിൽ ഒരാവേശ തിരമാല തീർക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് ആദ്യത്തെ പരാജയം വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സാധ്യത മാത്രമെന്ന് വിളിച്ചോതിക്കൊണ്ട് ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം മലയാളിക്ക് മാപ്പിളപ്പാട്ടിന്റെ മഹാരഥി സമ്മാനിച്ച മലബാറിന്റെ മണ്ണിൽ എത്തിച്ചേർന്ന താരത്തിന് മുന്നോട്ടോ മറുവശത്ത് വീരപരിശുദ്ധമ്പുരാന്റെ നാട്ടിൽ നിന്ന് ചുരമിളങ്ങി വന്ന വീരയോദ്ധാക്കൾ മുന്നോട്ട്
വിജയിച്ചാൽ 33,333 രൂപ ക്യാഷ് അവാർഡും നെവർ റോളിംഗ് ട്രോഫിയും ചാമ്പ്യൻ. പരാജയപ്പെട്ടാൽ 22,222 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയും രണ്ടാം സ്ഥാനം. ആദ്യ സെറ്റ് പോരാട്ടം വിജയിച്ച് ലാസ്കോളിയാണ് ഫ്രണ്ട്സ് ഓഫ് രജീഷ് കുവൈറ്റ് സ്പോൺസർ ചെയ്യുന്ന മത്സരാർത്ഥികൾ കൊണ്ട് സെക്കൻഡിൽ നിൽക്കുന്നു. എതിർവശത്ത് ആദ്യ സെറ്റ് പരാജയമെങ്കിൽ രണ്ടാം സെറ്റ് വിജയത്തോടെ ഒരു ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിനരികിലേക്ക് വടംവലിച്ചു കയറുവാൻ വെച്ച് രാജു കുവൈറ്റ് സ്പോൺസർ ചെയ്യുന്ന അഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറവും തമ്മിലുള്ള ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം വടം ചെറുതായെന്ന് പിടിച്ചു മുറുക്കിക്കൊണ്ട് ലാസ്കോളിയാടി മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്നുവെങ്കിൽ രണ്ടാം സെറ്റിൽ വണ്ണിൽ നിന്നുകൊണ്ട് ഏരിയ ലീഡിലേക്ക് അഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം വടംവലിച്ചു കയറുന്ന കാഴ്ച. കൈയടിച്ച രണ്ട് ടീമുകളെയും പ്രോത്സാഹിപ്പിക്കുക. ആദ്യ സെറ്റിന്റെ മത്സര വിജയം ആവർത്തിക്കുമോ രണ്ടാം സെറ്റിൽ മറ്റൊരു ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിലേക്ക് വടംവലിച്ചു കയറുവാൻ എടപ്പാൾ മുന്നോട്ടോ എന്നറിയുവാനുള്ള ഒരു പോരാട്ടം. 1-ാം നമ്പറിൽ പപ്പൻ, 2-ാം നമ്പറിൽ ബനാത്ത്, 3-ൽ നൌഷാദ്, 4-ൽ മുഹമ്മദ്, പ്രജിത്, സണ്ണി, സാദത്ത് എടപ്പാൾ തുടങ്ങിയ താരനിരയുമായി മത്സരരംഗത്തേക്ക് സജീവമാകുന്ന അഹാ ഫ്രണ്ട്സ് എടപ്പാൾ. മറുവശത്ത് 4-ാം നമ്പറിൽ 2-ൽ സംഗീത, 3-ൽ ജിത്ത്, 5-ാം നമ്പറിൽ പുഞ്ചിരി, തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ അവസാന മത്സരങ്ങളിലേക്ക് മത്സരവേദികളിലെല്ലാം തീവാറുന്ന പോരാട്ടങ്ങൾ കാഴ്ചവെച്ച പടയോട്ടം വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ വീണ്ടും എടപ്പാൾ കോളിയാടി മത്സരം